പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെതിരെ ഗുരുതര ആരോപണവുമായി പി.വി. അൻവർ എം.എൽ.എ. കർണാടകയിലെയും ഹൈദരാബാദിലെയും കമ്പനികൾ കോൺഗ്രസിനെ കൂട്ടുപിടിച്ച് കെ റെയിലിനെ അട്ടിമറിക്കാൻ ശ്രമിച്ചു. കെ.സി. വേണുഗോപാലുമായി കമ്പനികൾ ചർച്ച ചെയ്ത് പദ്ധതി അട്ടിമറിക്കാൻ വി.ഡി. സതീശനെ ചുമതലപ്പെടുത്തി. പ്രതിഫലമായി 150 കോടി രൂപ വി.ഡി. സതീശന്റെ കൈകളിലെത്തി. മത്സ്യം കയറ്റിവരുന്ന ലോറിയിൽ 3 ഘട്ടങ്ങളിലായി 50 കോടി രൂപ വീതം ചാവക്കാട്ടെത്തിയെന്നും പി.വി. അൻവർ ആരോപിച്ചു. കർണാടകയിലാണ് ഈ പണം നിക്ഷേപിച്ചിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവിന്റെ ബംഗളൂരു യാത്ര പരിശോധിക്കണം. ധിക്കാരിയും അഹങ്കാരിയുമായ വി.ഡി. സതീശനൊപ്പം സാമാജികനായി ഇരിക്കേണ്ടി വന്നതിൽ തലകുനിക്കുന്നുവെന്നും പി.വി. അൻവർ പറഞ്ഞു. ഇനിയാണ് നിങ്ങൾ കേൾക്കേണ്ടത്. നിങ്ങളെപ്പോലും വിറ്റ് നിങ്ങളുടെ നേതാവ് പണം വാങ്ങിയിട്ടുണ്ടോ എന്ന് നിങ്ങൾ ഓരോരുത്തരും ആലോചിച്ചോ? ഈ ആവശ്യത്തിലേക്ക് ഫെബ്രുവരി 2021 ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ 150 കോടി രൂപയാണ് ഇലക്ഷൻ ഫണ്ട് എന്ന നിലക്ക് കൈക്കൂലിയായി ശ്രീ വി.ഡി. സതീശന്റെ കയ്യിലെത്തിയിട്ടുള്ളത്. ബാംഗ്ലൂരിൽ നിന്നും ഫ്രോസൺ ചെയ്ത മത്സ്യം കൊണ്ടുവരുന്ന 20 ഫീറ്റ് കണ്ടെയ്നർ ലോറിയിൽ 50 കോടി രൂപ വീതം 3 ഘട്ടങ്ങളിലായാണ് പണം തൃശൂർ ചാവക്കാടിനടുത്തുള്ള ചേറ്റുവക്കടപ്പുറത്തെത്തിച്ചത്. അവിടെ നിന്നും 2 ആംബുലൻസുകളായി വി.ഡി. സതീശന്റെ കൂട്ടാളികളുടെ കയ്യിൽ ഈ പണം എത്തുകയും 2021 തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച ഈ പണം ഉപയോഗിച്ച് പ്രതിപക്ഷ നേതാവ് കർണാടകയിലാണ് ഈ പണം കൊണ്ട് നിക്ഷേപിച്ചിട്ടുള്ളത്. എന്നും രാവിലെ ബാംഗ്ലൂരിലേക്കാണ് പോകുന്നത്. ആ യാത്രാരേഖകൾ പരിശോധിക്കട്ടെ. ഉയർന്ന യോഗ്യതയുണ്ടായിട്ടും കുടുംബത്തെ ഉപേക്ഷിച്ച് അന്യ സംസ്ഥാനത്ത് ജോലിക്ക് പോകേണ്ടി വന്നതിൽ അവ ഒഴിവാക്കിയ ഈ പാവങ്ങളുടെ കഞ്ഞിയിൽ മണ്ണുവാരിയിട്ട സ്വാർത്ഥനും കൊടും വഞ്ചകനും സാമൂഹിക വിരുദ്ധനും ധിക്കാരിയും അഹങ്കാരിയും സർവോപരി നല്ലൊരു അഭിനേതാവുമായ വി.ഡി. സതീശൻ എന്ന പ്രതിപക്ഷ നേതാവിന്റെ കീഴിൽ ഇവിടെ ഒരു സാമാജികനായി ഇരിക്കേണ്ടി വന്നതിൽ തന്നെ കുളിക്കുന്നു സാർ. ആർ ശ്രീജിത്ത് നമുക്കൊപ്പം ചേരുന്നു. ആർ ശ്രീജിത്ത്, പ്രതിപക്ഷ നേതാവിനെതിരെയുള്ള അപകീർത്തി പരാമർശങ്ങൾ സഭാരേഖകളിൽ നിന്ന് ഇപ്പോൾ നീക്കം ചെയ്തതായാണോ സ്പീക്കർ വ്യക്തമാക്കുന്നത്? പ്രതിപക്ഷ നിരയിൽ നിന്ന് പി.വി. അൻവർ എം.എൽ.എയുടെ ആരോപണത്തിനുള്ള മറുപടികൾ വന്നോ? സുജയ, അൺപാർലമെന്ററിയായ ചില പദപ്രയോഗങ്ങൾ ഈ ആരോപണം ഉന്നയിക്കുമ്പോൾ പി.വി. അൻവർ എം.എൽ.എയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായതായി ശ്രദ്ധയിൽപ്പെട്ടു. ആ അൺപാർലമെന്ററിയായ പരാമർശങ്ങൾ രേഖകളിൽ ഉണ്ടാകില്ല എന്നാണ് സ്പീക്കർ എൻ ഷംസീർ അല്പം മുമ്പ് അറിയിച്ചത്. ആരോപണം അപ്പടി സഭാരേഖകളിൽ നീക്കുന്ന നിലയില്ല. മറിച്ച് ഈ ആരോപണങ്ങളുടെ കൂട്ടത്തിൽ അദ്ദേഹം ഉന്നയിച്ച ചില പദങ്ങൾ സഭാതലത്തിൽ ഉപയോഗിക്കാൻ പാടില്ലാത്തതാണ് എന്ന വിലയിരുത്തലാണ് ചെയർ ഇത്തരം പദങ്ങൾ മാത്രം രേഖകളിൽ നീക്കുന്നതായി ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ആരോപണങ്ങളെ തുടർന്ന് സഭാതലം ചൂടുപിടിച്ചിരിക്കുകയാണ്. പ്രതിപക്ഷ നേതാവിൻ്റെ പ്രസംഗമുണ്ട്. അടുത്തതായി സഭയിൽ നന്ദിപ്രമേയ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിക്കുന്നത് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനാണ്. ഉറപ്പായും അദ്ദേഹം ഈ തനിക്കെതിരെ വന്ന ആരോപണങ്ങൾക്ക്, വ്യക്തിപരമായി വന്ന ആരോപണങ്ങൾക്ക് മറുപടി പറയും. എന്തായാലും ഈ പി.വി. അൻവറിനെ പോലൊരു എം.എൽ.എ ഉന്നയിച്ച ആരോപണങ്ങളെ വലിയ തോതിൽ ഗൗരവമായി എടുക്കുന്നില്ല എന്നാണ് ഇപ്പോൾ UDF കോൺഗ്രസ് ക്യാമ്പിൽ നിന്ന് പുറത്തു വരുന്ന വിവരം. അങ്ങനെയുള്ള പ്രതികരണമാണ് വരുന്നത്. എന്നാൽ അൻവറിൻ്റെ ഈ ആരോപണത്തെ കളിയാക്കുന്ന പരിഹസിക്കുന്ന പരാമർശങ്ങൾ സതീശിൽ നിന്ന് ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. പി.കെ. ബഷീർ എം.എൽ.എ പറയുന്നുണ്ട്.